സഹോദരന്മാരെ, ഇനി ഇങ്ങനെ അങ്ങ് നോക്കിയാൽ എല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെ. ജുമുഅന്റെ മുമ്പുള്ള പ്രസംഗത്തെ സംബന്ധിച്ച് ഇക്കയുടെ ഫത്വ എന്താണ്? നന്ദി ദാറുസ്സലാം അറബിക് കോളേജിലെ ലെറ്റർ ഹെഡിലും സമസ്തയുടെ ലെറ്റർ ഹെഡിലും അദ്ദേഹം കൊടുത്ത 2 ഫത്വകളും, അതുപോലെ മറുഭാഗത്തിന്റെ സമസ്തയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ അവരുടെ സമസ്തയുടെ ലെറ്റർ ഹെഡിലും കൊടുത്ത ഫത്വ നമ്മുടെ കയ്യിലുണ്ട്. അതിലൊക്കെ പറയുന്നത് ശറത്തൊക്കാത്ത 3ാമത്തെ ഒരു ഖുത്ബയായി ആ പ്രസംഗം മാറും. അതുകൊണ്ട് അത് പാടില്ല എന്ന് അബൂബക്കർ മുസ്ലിയാർ ഫത്വ കൊടുത്തെങ്കിൽ മറുഭാഗം ഇപ്പൊ യഥേഷ്ടം അവർക്ക് എന്തായാലും ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയൂല. എന്നാ ആരെങ്കിലും ഉണ്ടാക്കിയ പള്ളിക്കാരെ എന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യന്മാരൊക്കെ വടക്കായിന് ആരും ബഹളേക്കാൻ വരുന്നില്ല. അതുകൊണ്ട് ജുമഅക്ക് എന്തായാലും വരുമല്ലോ, അവരാണെങ്കിൽ സലാം വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പം ബന്നേക്ക് 4 വർത്താനം പറഞ്ഞു കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോ അവരെ മൊയ്ലിയാര് ഉടനെ പറയുന്നു അതിനിപ്പത്താ വിരോധം. അങ്ങനെ പള്ളികളിലൊക്കെ ജുമുഅന്റെ മുമ്പ് ശർത്തൊക്കാത്ത മറ്റൊരു ഖുത്ബ ഈക്കയുടെ ഭാഷയിൽ അത് സ്ഥാപിക്കുമ്പോ അബൂബക്കർ മുസ്ലിയാർ അവസാനം വരെ ഉറച്ചു നിന്ന മൂല്യം ആശയമാണ് ജുമുഅന്റെ മുമ്പുള്ള പ്രസംഗം പാടില്ല എന്നതെങ്കിൽ മറുഭാഗവും ഈക്കയുമായി യാതൊരു ബന്ധവുമില്ല. ചുരുക്കത്തിന് വെള്ളിയും വെള്ളിക്കോലും തമ്മിലുള്ള ബന്ധം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ആദ്യം ഭിന്നിപ്പുണ്ടാക്കിയവർ ഐക്യസംഘം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതുപോലെ ഈക്കയുമായി മതപരമായി ബന്ധമില്ലാത്ത വിഭാഗങ്ങൾ ഈക്കയുടെ പേരിൽ അറിയപ്പെടുന്നു. ഇതൊക്കെ വിപരീതമായി, ഇതൊക്കെ വൈപരീത ബുദ്ധിയെന്നോ അല്ലെങ്കിൽ എന്താ അതിന്റെ മലയാളത്തിലെ ഡിക്ഷണറി അതൊക്കെ നിങ്ങൾ നോക്കി, ഡിക്ഷണറി കൊടുത്ത വാക്ക് നിങ്ങൾ നോക്കുക. ഞാൻ അതിന്റെ പ്രസംഗം ഇപ്പോൾ നിർത്തുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയ ആശയവുമായി അവർക്ക് ബന്ധമില്ല. അതിന് ദീർഘകാലം നേതൃത്വം നൽകിയ അബൂബക്കർ മുസ്ലിയാരുടെ ഫത്വകളുമായി അവർക്ക് ബന്ധമില്ല. അവർക്ക് ആകെ വേണ്ടത് AP അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക, അദ്ദേഹത്തെ നശിപ്പിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഞങ്ങളൊന്നും ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്ന പക കൊണ്ട്, അസൂയ മൂത്തതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഉണ്ടാക്കിയ കെണിയും ഫിത്നയും ഫസാദും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു നുണയും ക്ലച്ച് പിടിക്കുന്നില്ല എന്നെല്ലാവരും